ഒരു മനുഷ്യന് ലോകത്തിലെ എല്ലാ സമ്പത്തും ലഭിച്ചാലും അവന് ജ്ഞാനമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ നേടിയതെല്ലാം ഒരു ദിവസം നഷ്ടപ്പെടാം. പക്ഷേ ഒരു മനുഷ്യന് യഥാർത്ഥ ജ്ഞാനമുണ്ടെങ്കിൽ അവൻ വീണ്ടും ഉയരും, വീണ്ടും വിജയിക്കും, വീണ്ടും സമ്പത്ത് സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ലോകം ഒരു രാജാവിന്റെ പേരോർക്കുന്നത്. അദ്ദേഹം ഏറ്റവും ശക്തനായ യോദ്ധാവായിരുന്നില്ല, ഏറ്റവും വലിയ സാമ്രാജ്യം നിർമ്മിച്ച വ്യക്തിയുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ലോകം കണ്ട ഏറ്റവും ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സോളമൻ. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന സോളമന്റെ 7 ശക്തമായ പാഠങ്ങൾ. ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം അവസാനത്തെ പാഠം നിങ്ങളുടെ ചിന്താരീതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. സുഹൃത്തെ, ചരിത്രത്തിൽ അനേകം രാജാക്കന്മാരുണ്ടായിരുന്നു, അനേകം യുദ്ധങ്ങൾ നടന്നു, അനേകം സാമ്രാജ്യങ്ങൾ ഉയർന്നു, അനേകം സാമ്രാജ്യങ്ങൾ തകർക്കപ്പെട്ടു. പക്ഷേ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ജ്ഞാനം ഉള്ളത്. സോളമന്റെ ജ്ഞാനം അത്തരത്തിലൊന്നാണ്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നു എന്നതാണ്. മറ്റൊരാളുടെ തെറ്റുകളിൽ നിന്നും വിജയങ്ങളിൽ നിന്നും പഠിക്കാൻ കഴിയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഷോർട്ട് കട്ടുകളിൽ ഒന്നാണ്. ഒന്നാമത്തെ പാഠമായിരുന്നു ജ്ഞാനമാണ് യഥാർത്ഥ സമ്പത്ത്. സോളമന് സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ വലിയൊരു സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ജ്ഞാനമായിരുന്നു. ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾക്ക് 1 കോടി രൂപ ലഭിച്ചു, പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല. എന്ത് സംഭവിക്കും? അത് നഷ്ടമാകും. പക്ഷേ നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ 0 നിന്ന് പോലും സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സോളമൻ ആദ്യം ജ്ഞാനം ചോദിച്ചത്. സമ്പത്ത് പിന്നീട് വന്നതാണ്. ഇന്ന് നിങ്ങൾ സാമ്പത്തിക വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക, കാരണം ജ്ഞാനം സമ്പത്തിന്റെ അമ്മയാണ്. പാഠം 2. തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ജീവിതം ഭാഗ്യം നിർണ്ണയിക്കുന്നില്ല, തീരുമാനങ്ങളാണ് നിർണ്ണയിക്കുന്നത്. ഓരോ ദിവസവും നാം ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നു. വായിക്കണോ അല്ലെങ്കിൽ സമയം കളയണോ, പഠിക്കണോ അല്ലെങ്കിൽ മടിക്കണോ, സംരക്ഷിക്കണോ അല്ലെങ്കിൽ അനാവശ്യമായി ചിലവഴിക്കണോ. ഈ ചെറിയ തീരുമാനങ്ങളാണ് പിന്നീട് വലിയ ഫലങ്ങൾ നൽകുന്നത്. സോളമന്റെ മഹത്വം അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിലായിരുന്നു. നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ തീരുമാനങ്ങളിലാണ്. സോളമന്റെ 3ാമത്തെ പാഠമാണ് ചെറിയ കാര്യങ്ങളെ അവഗണിക്കരുത്. പലരും വലിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നു, പക്ഷേ സോളമൻ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. വലിയ വിജയങ്ങൾ ചെറിയ ശീലങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദിവസവും 30 മിനിറ്റ് വായിക്കുക, ദിവസവും പുതിയ എന്തെങ്കിലും പഠിക്കുക, ദിവസവും ചെറിയ പുരോഗതി നേടുക. 1 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തിരിച്ചറിയാൻ പോലും കഴിയില്ല. സമ്പന്നരാകുന്ന ആളുകൾ ഒരു ദിവസം കൊണ്ട് സമ്പന്നരാകുന്നില്ല. അവർ ദിവസേന പ്രവർത്തിക്കുകയും പഠിക്കുകയും വളരുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഭാവിയുടെ ഫാക്ടറിയാണ്. നിങ്ങൾ ദിവസവും എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ഭാവിയായി മാറുന്നത്. എനിക്ക് കഴിയില്ല, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്, എൻ്റെ ജീവിതം മാറില്ല, ഇത്തരം ചിന്തകൾ വളർച്ചയെ തടരും. സോളമൻ വലിയതായി ചിന്തിച്ചു, അതിനാൽ വലിയ ഫലങ്ങൾ നേടി. ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. വിജയം ആദ്യം മനസ്സിൽ സംഭവിക്കുന്നു, പിന്നീട് യാഥാർത്ഥ്യത്തിൽ. 5ാമത്തെ പാഠമാണ് ശരിയായ ആളുകളെ തിരഞ്ഞെടുക്കുക എന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ സ്വാധീനിക്കുന്നു. ഇത് ഒഴിവാക്കാൻ സാധിക്കാത്തൊരു സത്യമാണ്. ഒരു നെഗറ്റീവ് അന്തരീക്ഷത്തിൽ ജീവിച്ചാൽ നിങ്ങളും നെഗറ്റീവ് ആവും. ഒരു വളർച്ചാ അന്തരീക്ഷത്തിൽ ജീവിച്ചാൽ നിങ്ങളും വളരും. സോളമന്റെ ജ്ഞാനം കേൾക്കാൻ രാജാക്കന്മാർ പോലും എത്തിയിരുന്നു, കാരണം ജ്ഞാനത്തെ ആകർഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടെത്തുക. 6ാമത്തെ പാഠമാണ് സമ്പത്ത് ഒരു ഉപകരണം മാത്രമാണെന്നുള്ളത്. പലരും കരുതുന്നത് പണം തന്നെയാണ് ലക്ഷ്യമെന്നാണ്. സോളമൻ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. പണം ഒരു ഉപകരണം മാത്രമാണ്. അത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കാം, കുടുംബത്തെ സഹായിക്കാൻ ഉപയോഗിക്കാം, സമൂഹത്തെ സഹായിക്കാൻ ഉപയോഗിക്കാം, അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് സമ്പത്ത് നേടാൻ ഭയപ്പെടരുത്. അതിനെ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾക്കും സാമ്പത്തികമായി വളരാം, നിങ്ങൾക്കും സമൃദ്ധി സൃഷ്ടിക്കാം, പക്ഷെ അതിനൊപ്പം ജ്ഞാനവും ഉണ്ടായിരിക്കണം. 7ാമത്തെ പാഠമാണ് ദൈവിക ജ്ഞാനം. ദൈവിക ജ്ഞാനം മനുഷ്യജ്ഞാനത്തെക്കാൾ ഉയർന്നതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. സോളമന്റെ ജ്ഞാനം വെറും പുസ്തകങ്ങളിൽ നിന്നല്ല വരുന്നത്. അദ്ദേഹം ദൈവത്തിൽ നിന്ന് മാർഗനിർദ്ദേശം തേടി. ഇന്നത്തെ ലോകത്ത് വിവരങ്ങൾക്ക് കുറവില്ല, പക്ഷേ ജ്ഞാനത്തിന് കുറവുണ്ട്. എല്ലാം അറിയുന്നത് ജ്ഞാനമല്ല, ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നതാണ് ജ്ഞാനം. അതുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുമ്പോൾ ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ തേടുക, പ്രാർത്ഥിക്കുക, പഠിക്കുക, പ്രവർത്തിക്കുക. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയുമോ? ഈ വീഡിയോ കാണുന്ന ചിലർ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരിക്കാം. ചിലർ കടത്തിലായിരിക്കാം, ചിലർ ജോലി അന്വേഷിക്കുകയായിരിക്കാം, ചിലർ ജീവിതത്തിൽ നിരാശരായിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ അവസ്ഥ നിങ്ങളുടെ അന്തിമ ലക്ഷ്യമല്ല. സോളമന്റെ കഥ പറയുന്നത് ഇതാണ്: ജ്ഞാനം നേടുക, കഴിവുകൾ വികസിപ്പിക്കുക, സ്ഥിരത പുലർത്തുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. സമ്പത്ത് ആദ്യം ബാങ്കിൽ ജനിക്കുന്നില്ല, അത് മനസ്സിൽ ജനിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.